അപ്പോസ്തലന്മാർ ചെയ്ത മിഷനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ രസാകരമായ ഒത്തിരി കാര്യങ്ങൾ പണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു എന്ന ഒരു സത്യം. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും പുറത്തുള്ള മറ്റ് പിന്നോക്കർ ഈ അഭിപ്രായ പ്രകടനം നടത്തിയ മാന്യദേഹം ഉൾക്കൊള്ളുന്ന സമൂഹം ഉൾപ്പെടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായ മനുഷ്യർ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലാത്തവരായി കഴിഞ്ഞ ഒരു കാലമുണ്ട്. സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ വീടുകളിലെ വിരുന്ന് വേളകളിൽ ഒരു പപ്പടം കാച്ചണമെങ്കിൽ മേലധികാരിയുടെ അനുമതി വാങ്ങേണ്ട പരിസ്ഥിതി പണ്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയണ്ടേ, ഇന്ന് നമ്മൾ കേരളം എന്ന് വിളിക്കുന്ന ഈ ഭൂപ്രദേശം അത് പണ്ട് 3 പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഒന്ന് നിങ്ങളും ഞാനും ഇപ്പോൾ പാദമൂന്നി നിൽക്കുന്ന ഈ തെക്കൻ തിരുവിതാംകൂറാണ്. മറ്റൊന്ന് കൊച്ചി രാജ്യമാണ്. ഇനിയൊന്ന് മലബാറാണ്. കൊച്ചി രാജ്യത്തെ നമ്മൾ ചരിത്രം പഠിക്കുന്ന കുട്ടികൾ പെരുമ്പടപ്പ് സ്വരൂപം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയണ്ടേ, ഈ പെരുമ്പടപ്പ് സ്വരൂപം ഭരിക്കുന്ന രാജാക്കന്മാർ തങ്ങളുടെ വീടിന് ഓട് മേയണം എന്നുണ്ടെങ്കിൽ സാമൂതിരിയുടെ അനുവാദം വാങ്ങണമായിരുന്നു. അങ്ങനെ ഒരു കാലം. വീടുമുറ്റത്ത് നിങ്ങൾക്ക് വിവാഹത്തിനൊരു പന്തലിടണമെങ്കിൽ അതിന് അനുമതിയില്ലാത്ത ഒരു കാലം. എന്തിന് നമ്മുടെ അമ്മയ്ക്ക് മാറുമറയ്ക്കാൻ അനുമതിയില്ലാത്തൊരു കാലം ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് ഒരു 100 കൊല്ലമൊക്കെ മുമ്പ് രൂപപ്പെട്ടിരുന്നു എന്ന ദയനീയമായൊരു സത്യം നമ്മൾ അറിയാതെ പോകരുത്. പിന്നെയുമുണ്ട് ചില വസ്തുതകൾ വിളിച്ചു പറയാൻ. 1843 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ അടിമകളുടെ വ്യാപാരം പാടെ നിഷേധിച്ചുവെങ്കിലും എത്രയെത്ര ഹീനമായ നിലയിൽ അടിമകളെ വിൽക്കുന്ന ചന്തകൾ നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇത് നിങ്ങൾ മറക്കരുത്. കോട്ടയത്തേക്ക് നിങ്ങൾ വന്നാൽ തിരുനക്കര എന്നൊരു സ്ഥലമുണ്ട്. ആ തിരുനക്കരയിലെ സ്ഥിതി എന്തായിരുന്നു? അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു ചന്തയായിരുന്നു ഈ തിരുനക്കര. അവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ ഈഴവർ ആദിയായ പിന്നോക്ക ജാതിക്കാർ കടന്നു പോകരുത് എന്ന് എഴുതി വെച്ച ഒരു തീണ്ടാപ്പലക ഉണ്ടായിരുന്നു. ആ പലക എടുത്തുകൊണ്ട് ഉശിരുള്ള ചെറുപ്പക്കാർ മീനച്ചിലാറ്റിൽ ഒഴുക്കിക്കൊണ്ട് അതിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ പരിണിത ഫലമായിട്ട് അന്ന് നിലനിന്നിരുന്ന വൃത്തിഹീനങ്ങളായ ജാതി ആചാരങ്ങളുടെ പരിണിത ഫലമായിട്ട് ഇന്ന് വൈക്കം ബസ് സ്റ്റാൻഡിൻ്റെ അരികിലായിട്ട് ഒരു ചെറിയ കുളം പണ്ടുണ്ടായിരുന്നു. ആ കുളം മൂടിക്കൊണ്ടാണ് വൈക്കത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കുളത്തിൽ നിരവധി ഈഴവ യുവാക്കളെ വേലുത്തമ്പി ദളവ കൊന്നൊടുക്കുന്ന പരിസ്ഥിതി നിലവിൽ നിന്നിരുന്നു. ഇതൊക്കെ ജാതിയാചാരങ്ങളുടെ ഒരു വല്ലാത്ത മാറാപ്പ് കെട്ടിക്കൊണ്ട് മലയാളിയെ എങ്ങനെയല്ല ഈ രാജ്യത്തെ വ്യവസ്ഥിതി പീഡിപ്പിച്ചു എന്നതിൻ്റെ 100 തെളിവുകളിലൊന്നാണ്. ഈ പരിസ്ഥിതിക്കൊക്കെ മാറ്റം വരുത്തിയത് വിശുദ്ധ ബൈബിളാണ് എന്ന് ഞങ്ങൾ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുവാൻ ചരിത്രത്തിൻ്റെ പിൻബലം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ആത്മാഭിമാനത്തോടെ ഈ രാത്രി പ്രസ്താവിച്ചു കൊള്ളട്ടെ. അതിൻ്റെ എങ്ങനെയാണ് ബൈബിൾ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടത് എന്നറിയണമെങ്കിൽ കേണൽ മൺറോ എന്നുള്ള ഒരു ദിവാനെപ്പറ്റി പഠിക്കണം, അയാളുടെ ഇടപാടുകളെ പറ്റി പഠിക്കണം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന കേരളത്തിൽ നടന്ന പലവിധത്തിലെ ലഹളകളെ പറ്റി പഠിക്കണം. ഇതൊക്കെ ഞാൻ വിശദാംശങ്ങളായിട്ട് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ചിലതും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വലിയ തിരക്കുകൾക്ക് നടുവിലാണ് ഇന്ന ദിവസങ്ങളിൽ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ സമഗ്രമായി പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം കടന്നുപോയ വേദനാജനകമായ പരിസ്ഥിതിയിൽ ഇങ്ങനെ അവഗണിക്കപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് സ്വന്തം തുരുത്തുകൾ ആവശ്യമാണ് എന്ന് കണ്ടപ്പോൾ അവർ സ്വാഭാവികമായി തിരഞ്ഞെടുത്ത വഴിയാണ് യേശുവിൻ്റെ പാദപീഠം. അത് പണം കൊടുത്തോ പ്രലോഭനം കൊടുത്തോ ഒന്നുമായിരുന്നില്ല, മറിച്ച് ജീവൻ പകരം വിലക്കി വെച്ച് അങ്ങനെ പ്രാണൻ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട 100,000 ക്രൈസ്തവ സഹന സമര ഭടന്മാരുടെ ചോരയിൽ രൂപപ്പെട്ടു വന്ന മാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മാർഗം. അത് ഒരു പിടി അന്നത്തിന് വേണ്ടിയോ ഒരു നാണയത്തുട്ടിന് വേണ്ടിയോ അടയറുക വെക്കാതെ അതിൻ്റെ മൂല്യവും അതിൻ്റെ വ്യവസ്ഥിതിയും കനമുള്ളതാണ് എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ആർജവം ഹൃദയത്തിലെന്തിക്കൊണ്ട് ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഉദ്ഘോഷിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സകല നാമത്തിനും മേലായ നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. പണ്ട് ഈ തിരുവനന്തപുരത്തുനിന്ന് ഒരു സുവിശേഷകൻ തോവാള എന്ന സ്ഥലത്ത് മധുരാങ്കൂറിലെത്തി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുള്ള വേദനാജനകമായൊരു കാര്യം അടുത്ത കാലത്ത് DC ബുക്സ് പ്രസിദ്ധം ചെയ്ത ഒരു പുസ്തകത്തിലുണ്ട്. വായിച്ചു നോക്കണം. ഡോക്ടർ ബിനിൽ പോൾ എഴുതിയ പുസ്തകമാണ്. ഈ വർഷത്തെ സാഹിത്യ അക്കാദമിയുടെ അവാർഡുമൊക്കെ കിട്ടിയ പുസ്തകമാണ്. 8-10 പതിപ്പുകൾ അത് വിറ്റഴിഞ്ഞു. അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്നാണ് ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ രാജ്യം കടന്നുപോയ ഏറ്റവും മ്ലേച്ഛമായ അടിമത്തത്തിൻ്റെ ഭൂതകാലം. ആ കാലത്തിലൊരിക്കൽ ഒരു സംഭവം നടന്നു.
മാടത്തി എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു യുവതി. ഈ യുവതിക്ക് പൂർണ്ണ ഗർഭവതിയായ ഒരു ഘട്ടത്തിൽ ജോലിക്കെത്താൻ കഴിയുന്നില്ല. ജോലിക്കെത്താൻ കഴിയാതെ പോയപ്പോൾ അവർ 1-2 ദിവസം അവധിയെടുത്തു. അവരെ തല്ലി വലിച്ചിഴച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഒരു വയലിൽ പണിയെടുക്കാൻ കൊണ്ടുവന്നു. വയലിൽ പണിയെടുക്കാൻ കൊണ്ടുവരുമ്പോൾ ഈ യജമാനൻ ചോദിച്ചു, നിന്നെ എന്തേ കണ്ടില്ല? നിറവയറോടെ നിൽക്കുന്ന ആ സ്ത്രീ, വേണ്ടത്ര വസ്ത്രമൊന്നും ധരിക്കാൻ അവർക്ക് അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. യേശുവടിയാരെന്നറിയപ്പെടുന്ന ഒരു ദൈവദാസൻ കരയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു ഉപദേശി കരയ്ക്ക് നോക്കി നിൽക്കുകയാണ്. ഇവരാരും നോക്കി നിൽക്കുന്നു എന്നൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. ഈ ഉടമ എന്തു ചെയ്തു? അദ്ദേഹം അപ്പുറത്ത് ഒരു പോത്തിനെ കിട്ടിയ ശേഷം ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ചാട്ട കൊടുത്തിട്ട് പറഞ്ഞ് അടിക്കാൻ പറഞ്ഞു, വേഗത്തിൽ അടിക്കാൻ പറഞ്ഞു. ഈ ചാട്ട കൊണ്ട് ഈ പോത്തിനെ അടിക്കുമ്പോൾ മറുവശത്ത് ഈ മാടത്തി എന്ന യുവതിയുടെ തോളിലേക്കാണ് ഈ നുകത്തിൻ്റെ അടുത്ത ഭാഗം വച്ചിരിക്കുന്നത്. ഓർക്കണം, പൂർണ്ണ ഗർഭവതിയായ ഒരു സ്ത്രീ അതിൻ്റെ പോത്തിനൊപ്പം ഓടാൻ കഴിയില്ല, നിങ്ങൾക്കറിയാം. വിഷമിച്ച് അവർ കുറേ ദൂരം ഓടി ഏതാനും ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ദയനീയമായ ഒരവസ്ഥാവിശേഷം സംജാതമായി. ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ വീണു. ആ വേദനക്കിടയിൽ അവൾ ഒരു ചോരക്കുഞ്ഞിന് ജന്മം കൊടുത്തു. അഴുക്ക് ചാലിലെ താഴെ കിടക്കുന്ന ആ നിലത്തെ വെള്ളം കുടിച്ച് ആ കുഞ്ഞ് താഴേക്കൊന്ന് മുങ്ങി അമർന്നു. ആ കുഞ്ഞിൻ്റെ പ്രാണൻ പൊലിഞ്ഞു, അമ്മയുടെ പ്രാണനും പൊലിഞ്ഞു. ആ ചോരയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മഹത്തരമായ ആശയമാണ് വിമോചനത്തിൻ്റെ സുവിശേഷം. അത്തരം സാധാരണ മനുഷ്യരെ, ആർക്കും വേണ്ടാത്തവരെ, അന്നം നിരാകരിക്കപ്പെട്ടവരെ, സമൂഹത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തവരെ, അത്തരം അടിവച്ചങ്ങലകളെ മുഴുവൻ വെട്ടിമാറ്റിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ പ്രേരിപ്പിച്ച ഉത്കൃഷ്ട മാർഗമാണ് സുവിശേഷം. അത് റോമൻ സാമ്രാജ്യത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ 5 വൻകരകളിലും സ്വാതന്ത്ര്യവും സമാധാനവും സമത്വവും ഉലകത്തിന് നൽകിക്കൊടുക്കാൻ കഴിയുന്ന ഒരൊറ്റ തത്വസംഹിതയുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വിമർശിക്കുമ്പോൾ ആളുകൾ വസ്തുതകളൊക്കെ പഠിച്ചിട്ട് പറയാനായിട്ട് ശ്രമിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനായിട്ട് ശ്രമിക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഞങ്ങൾ എതിരാളികളായി തീരുന്നത്? ഈ രാജ്യത്ത് ഏതെങ്കിലും സ്ഥാപനത്തിന് ബോംബ് വെക്കുന്നവരല്ല ഞങ്ങൾ. ഏതെങ്കിലും തരത്തിലെ മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുവാൻ, ഏറ്റുമുട്ടുവാൻ എന്നും പോകുന്ന കലാപകാരികളല്ല. പക്ഷെ സകല മനുഷ്യർക്കും നമ്മൾ ഒരുപോലെ ശത്രുക്കളായി തീരുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ റിസൾട്ടാണ്, ഒരു ഇമ്പാക്റ്റാണ്. പലതരം പ്രവൃത്തികളിലൂടെ വലിയ ഒരു റിസൾട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഈ ദൈവവചനത്തിനും സുവിശേഷത്തിനുമാണ്. ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിനൊരു റിസൾട്ടുണ്ട്, പാട്ട് പാടുമ്പോൾ ആ പാട്ടിനൊരു റിസൾട്ടുണ്ട്. ഒന്നുമല്ല, മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവൈതൽ മുഴങ്കാൽ മടക്കുന്ന ഇവിടെയാണെങ്കിൽ വിദൂരങ്ങളിൽ വലിയ വലിയ മാറ്റം സാധിച്ചെടുക്കാൻ ആ പ്രാർത്ഥനയ്ക്ക് സാധിക്കും എന്ന് ഞങ്ങൾ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥനയാൽ, ആരാധനയാൽ, ദൈവവചനത്തിൻ്റെ ധ്യാനത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് അനുഭവം കൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഭാഗമാണ് ഞാനും നിങ്ങളുമെല്ലാം. ഹല്ലേലൂയ. ഇതിനും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേക്ക് ക്രമാനുഗതമായി ഞാനൊന്ന് വരികയാണ്, ശ്രദ്ധിച്ചിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗലോസ്ലീഹ ഈ സുവിശേഷ പ്രചരണാർത്ഥം ഈ അന്ത്യോക്യയിൽ നിന്ന് യാത്ര തിരിക്കുക. പലയിടങ്ങളിൽ കൂടി കടന്നുപോയി. ഫിലിപ്പിയ എന്നൊരു സ്ഥലത്ത് വന്നു. ഫിലിപ്പിയ എന്നൊരു സ്ഥലത്ത് വരുമ്പോൾ ഈ ഫിലിപ്പിയിലെ ഒരു സഹോദരിയാണ് ആദ്യമായി സുവിശേഷത്തിന് വേണ്ടി ഹൃദയം തുറന്നു. അവരുടെ വീട് തുറന്നു. ആ ഭർത്താവും കുടുംബവും എല്ലാം യേശുവിനെ അറിയുന്ന പരിസ്ഥിതി സംജാതമായി. ലുദിയ ഒരു സമ്പന്ന സ്ത്രീയാണെന്നാണ് ചരിത്രം പറയുക. കാരണം അവർ രക്താംബരം വിൽക്കുന്ന വലിയ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ഒരു വലിയ ബിസിനസ്സുകാരിയാണ്, ഒരു ബിസിനസ് കുടുംബമാണ്. അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. തൊട്ടനന്തരം നമ്മൾ കാണുന്നതും മറ്റൊരു കാഴ്ചയാണ്. ഒരു മനോരോഗിയായ പൈശാചിക ശക്തിയെ ശരീരത്തിൽ ആവഹിപ്പിച്ചു വെച്ച് ഭാവി പറയുന്ന ഒരു സ്ത്രീയെ, ആ സ്ത്രീ അവർക്കും മാറ്റമുണ്ടാവുകയാണ്. ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് ആ സ്ത്രീക്ക് മാറ്റമുണ്ടാകാൻ ഒരു കാരണം, അതുവഴി കടന്നു പോകുന്ന പൗലോസിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും കണ്ടിട്ട് അവൾ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ഒരു സേറ്റനിക് തന്ത്രം, ഒരു സാത്താന്യമായ തന്ത്രം. ഞാൻ പറയട്ടെ, നിഗൂഢ വിദ്യകൾ, ആഭിചാര കർമ്മങ്ങൾ, മാന്ത്രിക ശക്തികൾ അവർക്കാർക്കും സുവിശേഷത്തിൻ്റെ ശക്തിയോട് എതിരിടുവാൻ കെൽപ്പില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്തരം ആരാധനകളെ, ഇത്തരം പ്രാർത്ഥനകളെ, ഇത്തരം രീതികളെ, ഇത്യാദി ആഭിചാര കർമ്മങ്ങളിലൂടെ, ക്രിയകളിലൂടെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് ലോകത്താരെങ്ങനെ പരിശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ സുവിശേഷത്തിന്റെ വ്യതിരിക്തത അത് സവിശേഷതയുള്ളതാണ്. അതുകൊണ്ട് ഇതാ ഭാവി പറയുന്ന ഈ മന്ത്രവാദിനി വിളിച്ചു പറയുകയാണ്, ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ കടന്നു പോകുന്നു, അവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വരിക. കേട്ടാൽ ആളുകൾക്ക് തോന്നണം ഇത് ഞങ്ങളും നിങ്ങളും എല്ലാം ഒരേ കാര്യം പറയുന്നു എന്ന് തോന്നണം. പക്ഷേ ഇവളെങ്ങനെ നിൽക്കുക? ശരീരമാസകലം രക്തമൊലിപ്പിച്ച് ഒരു കൊടുവാള് കയ്യിലെന്തിക്കൊണ്ട് ഒരു വെളിച്ചപ്പാടത്തി, ബൈബിളിൽ ആ പദം കിടക്കുന്നത്, വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭം വരുത്തി കൊടുക്കുന്ന ഒരു സ്ത്രീ. ആ പെൺകുട്ടിയിലേക്ക് ഈ ദുരാത്മാവ് കിടക്കും. ദുരാത്മാവ് ഒരുവൻ്റെ ഉള്ളിലേക്ക് കിടന്നാൽ അവൻ്റെ ഐഡൻറ്റിറ്റി മാറും. അതൊരു ലഹരി പോലെയാണ്. അതവനെ അടിമുടി മാറ്റിക്കളയും. ആ പെൺകുട്ടിയുടെ സൗന്ദര്യം ചൊരുത്തിക്കളഞ്ഞു, അതിൻ്റെ കണ്ണുകളുടെ കാന്തി നഷ്ടപ്പെടുത്തിക്കളഞ്ഞു, അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കളഞ്ഞു, അതിൻ്റെ കാര്യക്ഷമത നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. അവൾ ഭീകരരൂപിണിയായി ശരീരമാസകലം ചോരയൊലിപ്പിച്ച് കയ്യിൽ കൊടുവാളും എന്തിക്കൊണ്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക. നോക്കണേ പ്രിയപ്പെട്ടവരെ, സുബോധമുണ്ടെങ്കിൽ അങ്ങനെ തുള്ളാൻ കഴിയില്ലല്ലോ. നിങ്ങളിൽ ഒരാൾക്ക് അങ്ങനെ ആകാൻ കഴിയില്ലല്ലോ. കാരണം സ്ത്രീ കൂടുതൽ അവളുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നു, പരിസരത്തെ ശ്രദ്ധിക്കുന്നു, പക്വമതിയാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തൻ്റെ ഉള്ളിൽ ആവശിക്കപ്പെട്ട സാത്താന്യ ശക്തികളുടെ ഇടപെടൽ കൊണ്ട് അവൾ പുലമ്പുകയാണ്. പല നാൾ അവൾ ഇങ്ങനെ ചെയ്തു വന്നു. ഒടുക്കം പൗലോസ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. അതവളെ വിട്ടുപോയി. അവൾക്ക് സുബോധം വന്നു. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം അവളുടെ ശരീരത്തിൽ ആവസിപ്പിച്ച് വെച്ചിരിക്കുന്ന ശക്തിയെ തട്ടിമാറ്റാൻ ലോകത്തൊരുത്തരും കഴിയാതെ വന്നപ്പോൾ, ഒരു ക്രിയയ്ക്കും കഴിയാതെ വന്നപ്പോൾ, പ്രാർത്ഥന മനുഷ്യൻ്റെ ഒരു ശബ്ദം മതിയായിരുന്നു അത് മാറ്റിയെടുക്കാനെങ്കിൽ. ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം, അവൻ്റെ വാക്കിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഏത് പ്രാകൃതങ്ങളായ ആഭിചാര കർമ്മങ്ങളും ഏത് മാന്ത്രിക ശക്തികളെയും തുരത്തി യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആധിപത്യം ആ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ കരുത്തോടെ, കഴിവോടെ ഈ രാത്രി ദൈവത്തിൻ്റെ വചനം ഇവിടെ പരിലസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അന്യായ ബന്ധനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നുകത്തിൻ്റെ അമിക്കയറുകളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും തകർക്കാനാവാത്ത വിധത്തിൽ യേശുവിൻ്റെ സുവിശേഷം അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നത് എത്ര മഹത്തരമായൊരു അനുഭവമാണ്. ഹല്ലേലൂയ. പ്രിയരേ, ആ പെൺകുട്ടിക്ക് സുബോധം വന്നു. അവർക്ക് സുബോധം വന്നപ്പോൾ നാട്ടുകാരൻ്റെ സുബോധം പോയി. അവരെ വന്ന് ഉപദ്രവിച്ചു, അല്ലാതെ അടിച്ചു. അവിടെ രസകരമായൊരു പ്രയോഗം, കോൽക്കാരെ വരുത്തി അടിപ്പിച്ചു എന്നാണ്. കണ്ടോ മാരെ അടി കണ്ടില്ലേ? അടി അറിയാവുന്ന, പണി അറിയാവുന്ന ആളുകളെ കോല് കൊണ്ടുവന്ന് അത്ര ആയുധമൊക്കെ കൊണ്ടുവന്ന് അടിപ്പിച്ചു. നമ്മളൊന്നും അടിച്ചാൽ അടിക്കൊരു ശാസ്ത്രീയമായ അടിത്തറ കാണൂല എന്ന് ഓർത്തായിരിക്കും നമ്മൾ അടിക്കണ്ട. അടിക്കാൻ കഴിയുന്ന ഒരുതരം പ്രാകൃതമായ ഗുണ്ടായിസം അത് വന്ന് ചെയ്യിച്ചു. ഭീകരമായിട്ട് അടിച്ചു. അടിച്ചിട്ട് കാരാഗൃഹത്തിനകത്താക്കി. ആ കാരാഗൃഹത്തിനകത്ത് അർദ്ധരാത്രി അവർ പാടി ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. കാരാഗൃഹ പ്രമാണിയും രക്ഷിക്കപ്പെട്ടു. 3 തരം മനുഷ്യർ ഫിലിപ്പിയായിൽ യേശുവിനെ സ്വീകരിച്ചു. ആലോചിച്ച് നോക്കി. ഒന്നാരാണ്? അനുഗ്രഹീതയായ ലുദിയ. മറ്റൊന്ന് ഒരു മനോരോഗിയായ വെളിച്ചപ്പാടത്തിയായ സ്ത്രീ. ഇപ്പോൾ വന്നത് കാരാഗൃഹ പ്രമാണി. സ്തോത്രം. അടുത്ത ഘട്ടം, ഇവരെ കേസെല്ലാം എഴുതി തള്ളി, അടിയൊക്കെ കൊടുത്തല്ലോ, ഇനിയിപ്പോൾ കേസൊന്നുമില്ല, പോട്ടെ. അവിടേക്ക് കോൽക്കാരെ അവരെ അടിച്ച മനുഷ്യരും ഒക്കെ വന്നിട്ട് പറഞ്ഞു, സാറേ പോക്കട്ടെ, പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇവിടെ കൊണ്ടൊക്കെ തീർന്നു, നമുക്ക് പ്രശ്നം പരിഹരിച്ചു പോവാം. പക്ഷെ പൗലോസ് വിട്ടില്ല. പൗലോസ് പറഞ്ഞു, പ്രശ്നം തീർന്നെന്ന് ആരാ പറഞ്ഞു സാറേ? അങ്ങനെ തീരൂല. അതെന്താ കാര്യം? നിങ്ങൾ തല്ലി, ഞങ്ങൾ തല്ലും കൊണ്ടു, ഞങ്ങൾ ജയിലിൽ കിടന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ അടിക്കുന്നത് വിഹിതമോ? പറഞ്ഞാട്ടെ. അത് കേട്ടപ്പോൾ അടിക്കാൻ വന്നവൻ പേടിച്ചു പോയി. കാരണം വന്നവർക്ക് ആർക്കും റോമാ പൗരത്വം ഇല്ല. ഈ പൗരത്വം എന്താണെന്നും അതിൻ്റെ വില എന്താണെന്നും ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഗൗരവം പിടികിട്ടൂ. അപൂർവമായി മാത്രം അന്ന് അതിസമ്പന്നർക്ക് കിട്ടുന്ന പൗരത്വം റോമിൽ പരമ്പരാഗതമായി അനുഭവിച്ചു പോന്ന ഒരു കോടീശ്വരൻ്റെ മകനാ ഈ പൗലോസ് എന്നറിയപ്പെടുന്നത്. ഒരു കപ്പൽ പ്രമാണിയുടെ മകൻ, ഭാഷാ നിപുണൻ, സർവ്വലാലും ആദരിക്കപ്പെട്ടവൻ. ഈ അടി പൊതിര വാങ്ങിയത് എന്തിനാണെന്നറിയണ്ടേ? അറിവില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, ആർജവമില്ലാഞ്ഞിട്ടല്ല, താൻ വിശ്വസിക്കുന്ന യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി എങ്ങനെ ബലിയാടാകണമെന്ന് ക്രിസ്തു പഠിപ്പിച്ച നാൾ മുതൽ ത്യാഗം സഹിക്കുന്നത് ഒരു പുതുമയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ അവർ തയ്യാറായെങ്കിൽ
നമ്മൾ യോഗം കഴിഞ്ഞ് വെറുതെ പോകരുത്. യേശുവിന് വേണ്ടി സമർപ്പിതരായിട്ട് ദൈവമക്കൾ ഇന്ന് ഇവിടം വിട്ടു പോകാവൂ. യേശുവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാനുള്ള സന്നദ്ധത ഹൃദയാന്തർഭാഗത്ത് രൂപപ്പെട്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് മടങ്ങാവൂ. സ്തോത്രം. അങ്ങനെ പൗലോസിനെ ഉപദ്രവിക്കുന്നു. ഈ കാര്യമൊക്കെ കഴിഞ്ഞ് അപ്പോസ്തലൻ മുമ്പോട്ട് പോവുകയാണ്. അടുത്തൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അത് കൊരിന്താണ്. മറ്റൊരു സ്ഥലം എഫെസോസാണ്. ഇനി ഒരു സ്ഥലം അഥേനയാണ്. എവിടെ ചെന്നോ ഒരു കാര്യം ഉറപ്പാണ്, 100 കണക്കിന് മനുഷ്യർ യേശുവിനെ സ്വീകരിച്ച് മുമ്പോട്ട് വരിക. 100 കണക്കിന് ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ഓർക്കണം. ഞാൻ മുമ്പ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലേ, 8-10 വർഷം മുമ്പ് 15 വർഷം മുമ്പൊക്കെ ഇവിടെ കൺവെൻഷന് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നുള്ളതിനേക്കാൾ അധികം ആളുകളും ചൈതന്യവും കൂട്ടായ്മയും ഒക്കെ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് കാരണം? ഓരോ ദിവസം കഴിയുന്തോറും യേശുവിൻ്റെ അനുഗാമികളുടെ എണ്ണം ലോകത്തിൻ്റെ 5 വൻകരകളിലും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാനും നിങ്ങളും അന്ന് പ്രസംഗിച്ചിട്ടതോ പാടിയതോ ഒന്നും വ്യർത്ഥമല്ല. ഒരു പാട്ടും വ്യർത്ഥമല്ല. ഒരു ലഘുലേഖ കൊടുത്തതും വ്യർത്ഥമല്ല. ഒന്ന് പ്രാർത്ഥിച്ചത് വ്യർത്ഥമല്ല. യേശുവിന് വേണ്ടി നിന്നതൊന്നും പ്രതിഫലമില്ലാത്ത പ്രവൃത്തിയല്ല. വലിയ റിസൾട്ട് അവർ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ ഇന്ന് കാത്തിരിക്കണം. ദൈവം ചിലത് നമ്മുടെ മധ്യത്തിൽ ചെയ്യും. കർത്താവ് ചിലത് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് സംഭവിച്ചത്? അടുത്ത ഘട്ടം, അദ്ദേഹം ഈ വിചാരണ കഴിയാതെ കൊണ്ട് ജയിലിലിട്ടു. ജയിലിടുമ്പോഴേക്ക് ഒരു ഗവർണറാണ് ജയിലിലാക്കുന്നത്. ഈ ഗവർണർ ജയിലിലാക്കിയ പൗലോസിനെ കാണാൻ നാടുവാഴിയായ അഗ്രിപ്പ രാജാവ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഈ 2 ആളുകളും ചേർന്ന് ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണ വൈഭവത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ വളരെ പ്രസിദ്ധനാണ്, എനിക്കൊന്ന് കാണണം, ഇത്രയേ ആഗ്രഹമുള്ളൂ. അദ്ദേഹത്തെ കൊണ്ട് പ്രതികൂട്ടി നിർത്തി. അന്ന് റോമിലെ ശിക്ഷാരീതി എന്ന് പറയുന്നത് ജയിലിലിരുന്ന ഒരാളുടെ വലത് കൈയിൽ നിന്നൊരു ചങ്ങല ഇടത് കാലിലേക്കിടും, ഇടത് കൈയിൽ നിന്നൊരു ചങ്ങല വലത് കാലിലേക്കിടും. ഇതിന് വേണ്ടത്ര നീളമുണ്ടാവില്ല. ആൾ കുനിഞ്ഞു നിൽക്കണം. ഈ കുനിഞ്ഞു നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? നാളെ ഈ ചങ്ങല മുറിച്ചു മാറ്റിയാലും ഇയാളുടെ കൂന് നിവരരുത്, കുനിഞ്ഞു നിൽക്കണം. കുറ്റവാളി സമൂഹത്തിൽ ഒരിക്കൽ പോലും തല ഉയർത്തി നിൽക്കരുത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ കൂനി നിൽക്കുവാനുള്ള പ്രേരണ കൊടുക്കുന്നത് എന്നോർക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ക്രമീകരിച്ചു കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രതികൂട്ടി നിർത്തി. എന്നിട്ട് ഈ അഗ്രിപ്പയും തൻ്റെ ഭാര്യയും ചോദിക്കുക, ആക്ച്വലി എന്താണ് സാർ നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളെങ്ങനെ ജയിലിൽ വന്നേ? അദ്ദേഹം താൻ ജയിലിൽ പോയ സംഭവങ്ങൾ പറയുക. അഗ്രിപ്പ രാജാവേ, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്നറിയണ്ടേ? അങ്ങേക്ക് എൻ്റെ ചരിത്രം അറിയാം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പ്രസിദ്ധമായ കിലിക്യ സംസ്ഥാനത്തിലെ തർസോസ് പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട റോമൻ പൗരനായ ഒരു യഹൂദനാകുന്നു. ജഡ സംബന്ധിച്ച് ഞാനൊരു പരീശനാണ്, ഒരു പരീശൻ. അതുമാത്രമല്ല, എന്നെപ്പറ്റി പറയാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ അവയൊന്നും ഞാൻ കാര്യമായി പറയുന്നില്ല. പ്രസിദ്ധനായ ഗമാലിയേൽ എന്നറിയപ്പെടുന്ന ഗുരുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പിതാവിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ച ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഏതെങ്കിലും വിധത്തിൽ പോകുന്ന ഇടങ്ങളിൽ, കാണുന്ന ഇടങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം പറയുന്ന ആളുകളെ കൊന്നു മുടിപ്പിക്കലായിരുന്നു എൻ്റെ തൊഴിൽ. ആളുകളെ കൊന്നു പിടിപ്പിക്കാൻ റോമ ബഹുമാനപ്പെട്ട പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് അധികാരപത്രം കൈപ്പറ്റിയിരുന്നു. ആ അധികാരപത്രവും കൊണ്ടുപോയി ആളുകളെ വലിച്ചിരച്ച് തെരുവിലിട്ട് കൊല്ലുമായിരുന്നു. പക്ഷേ ഒരിക്കൽ ഒരു ദാരുണ മരണത്തിന് ഞാൻ സാക്ഷിയാകേണ്ടി വന്നു. എന്താണത്? ആ ദാരുണ മരണം എൻ്റെ കൂടി അനുവാദത്തോടു കൂടിയായിരുന്നു. ഒരു ദൈവമനുഷ്യൻ, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അദ്ദേഹത്തെ വിചാരണയ്ക്ക് വിധേയനാക്കി കൊണ്ടുവന്ന് ആലയത്തിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രസംഗിപ്പിക്കുക. നീ ഒന്ന് പ്രസംഗിക്കുക, നിന്റെ വിഷയം എന്താ? അദ്ദേഹം ഇങ്ങനെ കത്തിക്കയറി ആത്മാവിൽ സംസാരിച്ച് ഒടുക്കം അദ്ദേഹത്തോട് വിരോധം തോന്നിയിട്ട് മഹാപുരോഹിതൻ ഈ വസ്ത്രം കീറി എന്നിട്ട് തനിക്ക് ഈ ശിക്ഷ നടപ്പിലാക്കാൻ ഉള്ള ആഹ്വാനം കൊടുത്ത് ആളുകളെ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞ് ഈ മനുഷ്യനെ കൊല്ലുമ്പോൾ അയാൾ മുട്ടുകുത്തി ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഇത്രേ പറഞ്ഞുള്ളൂ: ഈ പാപം അവരുടെ മേൽ നിർത്തരുതേ, ഈ ചെയ്യുന്നവരുടെ മേൽ ഈ പാപം നിർത്തരുതേ. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെയും പ്രാർത്ഥന ക്രൂശിൽ കിടന്നിങ്ങനെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമാപണത്തോടെ ആ വലിയ ഒരു പ്രാർത്ഥന മുമ്പോട്ട് വച്ചപ്പോൾ എന്താണ് അടുത്ത ഘട്ടം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു വിശുദ്ധ പൗലോസ് എന്ന അഭിഷിക്തൻ്റെ ജനനം. എൻ്റെയും നിങ്ങളുടെയും ചിലതരം പ്രാർത്ഥനകൾ വലിയ അഭിഷിക്തൻ്റെ രൂപവൽക്കരണത്തിന് ഹേതുവാകുമെങ്കിൽ നാശഗ്രസ്തമായ അനുഭവത്തിൽ നിന്ന്
ദൈവം കണ്ടെത്തിയ ചിലരുടെ രൂപവൽക്കരണത്തിൻ്റെ സമയം സമാഗതമായി എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ദേശത്ത് ദൈവത്തിന് ആവശ്യമുള്ള ചിലരുണ്ട്. ഈ കൺവെൻഷൻ തീരുമ്പോൾ, ഈ യോഗം തീരുമ്പോൾ കൊടും ക്രിമിനലുകൾ മാനസാന്തരപ്പെട്ട് നെടുമ്പാട് വീണ് കരഞ്ഞ് പാപത്തെക്കുറിച്ച് പശ്ചാത്താപ വിവശരായി യേശുവിനെ അനുഗമിക്കാൻ കഴിയുന്ന പരിസ്ഥിതി സംജാതമായി തീരണം. ഹല്ലേലൂയ. ചിലർക്ക് മതലഹരിയാണെങ്കിൽ ചിലർക്ക് മദ്യലഹരിയാണ്. ഇനി വേറെ ചില ആളുകൾക്ക് മയക്കുമരുന്നുകളുടെ ലഹരിയാണ്. ലഹരിക്കടിമപ്പെട്ടവൻ, സുബോധം നഷ്ടപ്പെട്ടവൻ, പൈശാചിക ശക്തികൾക്ക് വിധേയപ്പെട്ടവൻ, ഇത്തരത്തിൽ പലതരത്തിൽ ആവഹിക്കപ്പെട്ട മനുഷ്യരാശിയെ വിടുവിക്കാൻ കഴിയുന്ന സന്ദേശം യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശിൽ നിന്നൊഴുകുന്ന പുണ്യാഹ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിനെ കരഗതമാക്കിയ പൗലോസ് തൻ്റെ അനുഭവം അങ്ങോട്ട് പ്രസ്താവിക്കുക. അല്ലയോ അഗ്രിപ്പാ രാജാവേ, ഒരു സ്വർഗീയ പ്രഭ, സൂര്യചന്ദ്രന്മാരുടെ പ്രഭയെ വെല്ലുന്ന ഒരു പ്രഭ എൻ്റെ കണ്ണിന് മീതെ വ്യാപരിച്ചപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ അന്ധനായി തീർന്നു, കാഴ്ച നഷ്ടപ്പെട്ടവനായി തീർന്നു, ഞാൻ തപ്പിത്തടയുന്ന പരിസ്ഥിതി വന്നു. എന്നാൽ ദൈവം എനിക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്താൻ കൃപയും കാരുണ്യവും കാട്ടി ഞാൻ ഇന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്ന നാൾ മുതൽ ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി യേശുവിനെ ശുശ്രൂഷിക്കാൻ പലയിടത്ത് പോകുന്നു, യേശുവിനെ പ്രസംഗിക്കുന്നു. അവൻ വാഗ്ദത്ത മശികയാണ് എന്ന ഉറപ്പ് പ്രാപിച്ചുമിരിക്കുന്നു. ഈ സന്ദേശം പൗലോസ്ലീഹ കൃത്യമായി അഗ്രിപ്പയോട് പറഞ്ഞിട്ട് ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു, വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. കേട്ട അഗ്രിപ്പ പറയാണ്, പൗലോസേ, നീ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. നിൻ്റെ പ്രസംഗം കേട്ട ഞാൻ പെട്ടെന്ന് കേട്ട മാത്രയിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നു. നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ സമ്മതിപ്പിക്കുകയാണ്. എന്തൊരു വാക്കാണ് ഇത്! പണം കൊടുത്തല്ലോ, ദ്രവ്യം കൊടുത്തല്ലോ. ഒരു മജിസ്ട്രേറ്റ് ന്യായം വിധിക്കുമ്പോൾ പ്രതിയായി മുമ്പ് നിൽക്കുന്നവൻ്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് കൺഫസ് ചെയ്യണം, എനിക്ക് ഏറ്റുപറയണമെന്ന ബോധമാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദത്വം. ഏത് കൊടുമ്പാപിയും പാപമേറ്റ് പറഞ്ഞു വരാൻ പറ്റിയ പരിശുദ്ധ ഇടമാണ് യേശുവിൻ്റെ പാദപീഠം. അവിടെ ആര് വരുമോ പ്രായച്ചിത്തം ആ യേശുവിൻ്റെ ക്രൂശിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ അഗ്രിപ്പയ്ക്ക് അതിന് മനസ്സ് വന്നില്ല. പ്രേരണ വന്നു, മനസ്സ് വന്നില്ല. പ്രേരണയ്ക്ക് മനസ്സ് വിട്ടുകൊടുത്തില്ല. വചനം പ്രസംഗിച്ച നിങ്ങൾ സ്നാനപ്പെടാൻ ആളുണ്ടോ എന്ന് പരതും. നിങ്ങൾക്ക് ഈ സത്യസന്ധമായ കാര്യം ഗ്രഹിച്ചിട്ട് സുവിശേഷ വേല ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആത്മപ്രേരണ കിട്ടിക്കിട്ടും, പ്രചോദനം കിട്ടിക്കിട്ടും. അങ്ങനെ വരാൻ കഴിയാത്ത മനുഷ്യർ നമുക്കിടയിലുള്ളതുപോലെ അഗ്രിപ്പ അയാളുടെ മനസ്സ് കഠിനമാക്കി. എന്നിട്ട് പറയാണ്, പൗലോസേ, നമുക്കിതിവിടെ ന്യായം വിധിച്ചൊക്കെ തീർക്കമായിരുന്നു. നിൻ്റെ കേസ് ഇവിടെ തീർക്കേണ്ടതാ. പക്ഷെ എനിക്ക് കഴിയാത്തൊരു കാര്യം, നീ കൈസറെ അഭയം ചൊല്ലി നീ കോടതി പോവാന്ന് കേട്ടു. അതുകൊണ്ട് ഓൾറെഡി ഇത് കോടതിയുടെ പരിഗണനയിൽ പോയൊരു വിഷയമായതുകൊണ്ട് നിന്നെ റിലീസാക്കാൻ എനിക്ക് കഴിയില്ല. പൗലോസ് സമ്മതിച്ചു. കാരണം പൗലോസിന് ആ കോടതിയോട് ഭയമില്ല. കാരണം വളരെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടാ റോമയിലേക്കുള്ള യാത്ര നടന്നിട്ട് ഈ കൈസറെ അഭിമുഖം കാണുന്നത്. ആരാണ് ഈ കൈസർ എന്നറിയണ്ടേ? ആയിരക്കണക്കിന് രാജാക്കന്മാരും നൂറുകണക്കിന് സാമന്തന്മാരും ഒക്കെ സ്വന്തമുള്ള ഒരു ചക്രവർത്തിയുടെ പേരാണ് കൈസർ. ഒരു സ്ഥാനപ്പേരാണ്. അയാളുടെ സാമ്രാജ്യ വലിപ്പം കേൾക്കണ്ടേ? 4000 മൈലാണ് അതിൻ്റെ നീളം, അതിൻ്റെ വീതി. 5000 മൈലാണ് അതിൻ്റെ നീളം. അപ്പോൾ 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ കിടക്കുന്ന വിശാലമായ ഒരു സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ അധിപതിയെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. നമുക്കിന്ന് അങ്ങനെ ഒരു പ്രധാനിയെ കാണാൻ എത്ര കടമ്പ കിടക്കണം. അതാ റോമാ പൗരൻ്റെ കഴിവേ. റോമാ പൗരനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ചക്രവർത്തിയെ കാണണമെങ്കിൽ കണ്ടേ പറ്റൂ. അങ്ങനെയാണ് റോമിലെ നിയമം. അതുകൊണ്ട് അല്ലയോ പൗലോസേ, നിന്നെ വെറുതെ വിടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ വെറുതെ വിടുന്നില്ല. ബിക്കോസ് നീ അഭയം ചൊല്ലി, കൈസറെ അഭയം ചൊല്ലി. നീ ചെല്ലുക, കൈസറെ കാണുക. ഇങ്ങനെ കൈസറെ കാണാനുള്ള ആ യാത്രയുടെ ഭാഗമായി 276 280ഓളം ആളുകളെ കയറ്റിയ ഒരു കപ്പലിങ്ങനെ പോവുകയാണ്. ഹിപ്പാലസ് എന്നറിയപ്പെടുന്നൊരു കൊടുങ്കാറ്റുണ്ട്. ഈ കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് കപ്പലിന് വേഗത കൂടുന്നത്. ഇതനുസരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യണം. പായ്ക്കപ്പലിലാണ് യാത്ര. യാത്ര മധ്യേ ഈ കപ്പൽ പോകുന്ന ആ ചാലുകളുണ്ട്. ആ ചാലിൽ ഈ കപ്പൽ നിരന്തരം അതുവഴി തന്നെ പായിച്ച് അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റനും മാലുമിയും ഒക്കെ ഉണ്ട്. കപ്പലുമായി ബന്ധപ്പെട്ട ജീവനക്കാരുണ്ട്. പക്ഷെ പൗലോസ് എന്നവരോട് പറഞ്ഞ ഒരു കാര്യം, സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വഴി പോകരുത്, ഈ വഴി പോകരുത്, അപകടം അവിടെ പതിയിരിപ്പുണ്ട്, മറ്റൊരു വഴി നമുക്ക് അവിടേക്ക് പോകാം. ഇത് കേട്ട മാത്രയിൽ ഈ പൗലോസിൻ്റെ വാക്കുകളെ അവർ വിശ്വസിച്ചില്ല.
അനുഭവം കൊണ്ട് അവർ നേരിട്ടിട്ട് പറയുകയാണ്, സ്നേഹിത, ഇത് ഞങ്ങളുടെ ആദ്യ യാത്രയൊന്നുമല്ല, ഞങ്ങൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ കപ്പൽ ഈ കടലിലൂടെ പലയാവർത്തി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, അനവധി കപ്പൽ ഛേദങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നീ പറഞ്ഞ വഴിക്കൊന്നും പോകാൻ കഴിയില്ല. എന്തുപറ്റി? നല്ല നിലയിൽ യാത്ര തിരിച്ച ഈ സംഘം കുറേ ദൂരം മുമ്പോട്ട് പോകുമ്പോഴേക്കും പ്രകൃതി ആകപ്പാടെ മാറി, അന്തരീക്ഷം ആകപ്പാടെ മാറി, കലുഷിതമായ ഒരു കാലാവസ്ഥ സംജാതമായി. വല്ലാത്ത ഭീതിജനകമായ ആ കാഴ്ച ആളുകളുടെ പ്രതീക്ഷ മുഴുവൻ നശിപ്പിച്ചു. ആ പ്രതീക്ഷയിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ യാത്രയിൽ പൗലോസിനോട് ഈ ക്യാപ്റ്റനുമൊക്കെ ഒരു കാര്യമാണ്, അറിവുള്ളൊരു മനുഷ്യൻ, മറ്റു കുറ്റമൊന്നുമല്ല അയാൾ ചെയ്തത്, എങ്കിലും ചങ്ങല ധരിപ്പിച്ചിട്ടുണ്ട്. ചങ്ങല ധരിപ്പിച്ച കുറേയധികം പടയാളികൾ, കുറേയധികം കുറ്റവാളികൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് ഈ കാറ്റും കോളും കടലുമൊക്കെ വന്ന് ഈശാനമൂലൻ എന്ന അതിശക്തമായ കാറ്റടിക്കുന്നു. കപ്പൽ ആടി ഉലയുന്നു. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ ഓരോരുത്തർക്കും നഷ്ടപ്പെടുമ്പോൾ അന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പൗലോസ് ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം കണ്ടിട്ട് സന്തോഷചിത്തനായി ഉണർന്ന് ആ സന്ദേശം അവരോട് പറയുകയാണ്, അല്ലയോ ക്യാപ്റ്റൻ, അല്ലയോ കപ്പൽ ജീവനക്കാരെ, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഈ വിധം ഒരു വഴി തിരഞ്ഞെടുത്തതാണ് ആപത്തിന് ഹേതു. ചിലപ്പോഴൊക്കെ ദൂതറിയിക്കുന്നവൻ്റെ ശബ്ദം ദുർബലമായിരിക്കുക, നിങ്ങളുടെ കയ്യിൽ ചങ്ങല ഉണ്ടായിരിക്കുക, നിങ്ങൾ തളയ്ക്കപ്പെട്ട വ്യക്തിയായിരിക്കുക. ദൂതിൻ്റെ വിലയാണ് ഭക്തൻ്റെ വില എന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു കൊള്ളണം. ദൂതറിയിക്കുന്ന ആ ഭക്തൻ്റെ വാക്കുകളെ പിന്നോട്ട് മാറ്റിക്കളഞ്ഞുകൊണ്ട് പരിഗണന കൊടുക്കാതെ കപ്പൽ ചെന്നുപെട്ടത് വലിയ ദുരന്തത്തിലാണ്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്കിനേക്കാൾ നിങ്ങളുടെ ശാസ്ത്രവിധികളെ വിശ്വസിച്ചു. എൻ്റെ വാക്കുകളെക്കാൾ നിങ്ങൾ വിശ്വസിച്ചത് മറ്റു പലരും പറഞ്ഞ ആലോചനകളാണ്, അത് നിങ്ങളുടെ അനുഭവങ്ങളാണ്. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു, പരിസ്ഥിതി മാറിയിരിക്കുന്നു, സാവകാശങ്ങൾ മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കൊന്നേ ചെയ്യാനുള്ളൂ, ഒറ്റ കാര്യം. എന്താണത്? പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഈ യാത്രയിൽ നമ്മുടെ കപ്പലിന് ആപത്ത് വരും, കപ്പൽ തകരും, പക്ഷെ നിങ്ങളുടെ പ്രാണൻ ആപത്ത് വരത്തില്ല, നിങ്ങളൊക്കെ രക്ഷപ്പെടും. നല്ലൊരു കേൾക്കാൻ ആഗ്രഹിച്ച ദൂതാണ് അവർ കേട്ടത്. ചില നഷ്ടങ്ങൾ വരും, പക്ഷെ പ്രാണന് നഷ്ടം വരത്തില്ല. ചില നഷ്ടങ്ങൾ വന്നുകൊള്ളട്ടെ, അർഹതപ്പെട്ട നമ്മുടെ പ്രാണനുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയും നേടിയെടുക്കാൻ ചിലതുണ്ട്. ഇന്നലകളിലെ നഷ്ടങ്ങളെ മുഴുവൻ മുഖത്ത് നോക്കിയിട്ട് പറയണം, എനിക്ക് പ്രാണൻ തിരികെ തന്ന ദൈവം ചില പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടി എന്നെ ഇതുവഴി കൊണ്ടുവന്നതാണ്. അങ്ങനൊന്നും തോറ്റുകൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ മീതേ ഒരാത്മനിയോഗമുണ്ട്, ദൈവിക നിയോഗമുണ്ട്. ആടിയുലയുന്ന കപ്പലിൽ ഭക്ഷ്യവസ്തുക്കളെടുത്ത് കടലിക്കളയാം, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ പോകട്ടെ എന്ന് വെക്കാം, അതിനകത്ത് എന്തെല്ലാം കൊണ്ടുപോകുന്നുണ്ട്, അതൊക്കെ പോകട്ടെ. എൻ്റെ പ്രാണൻ അവൻ എനിക്ക് മടക്കി തന്നിരിക്കുന്നു, എൻ്റെ ജീവൻ അവൻ എനിക്ക് മടക്കി തന്നിരിക്കുന്നു. ആ ദൂതൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ദുഃഖിതരാണ്. 14 രാത്രികൾ ഭക്ഷണം കഴിക്കാതെ, ആ വേണ്ടത്ര ജലപാനം ചെയ്യാതെ കുറേ ആളുകൾ ഈ കപ്പലിൽ പോവുക. അവർക്ക് പലർക്കും രോഗങ്ങൾ പിടിക്കും, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം മരണപ്രതീക്ഷ തൊട്ട് മുമ്പിൽ വന്നാൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? സ്വസ്ഥതയോടെ കഴിക്കാൻ പറ്റുമോ? അസ്വസ്ഥത നിങ്ങളെ വേട്ടയാടും. ഇന്ന് പല വീടുകളും ഇതുപോലെ അല്ലേ പ്രിയപ്പെട്ടവരെ? എല്ലാം ഉണ്ട്. ആ കപ്പലിൽ ദിവസങ്ങൾ കഴിയാനുള്ള ആഹാരമുണ്ട്, ചൂടാക്കി കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, കൽക്കരി കൊണ്ടുണ്ടാക്കിയ മറ്റ് അടുപ്പും സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ഒന്നും വയ്യ, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എവിടൊക്കെയോ ഒരു യാന്ത്രികത അനുഭവപ്പെടുന്നു, എവിടൊക്കെയോ ഒരു കുറവ് അനുഭവപ്പെടുന്നു. ഇന്ന് ദൂരത്തും ചാരത്തും ഈ വചനം കേട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ളിൽ ഇത്തരം ചില വേദനകൾ ഇങ്ങനെ അഭിരമിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു ആശ്വാസത്തിൻ്റെ വചനം. 14 രാവുകൾ സ്വസ്ഥത നഷ്ടപ്പെട്ട നിന്റെ ജീവിതത്തിന് ഊടും പാവും നൽകുന്ന ഒരു ദൂത് ദൈവത്തിൻ്റെ വൃത്യൻ പ്രാപിച്ചിട്ട് പറയുക, എൻ്റെ ദൈവം, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവം തൻ്റെ ദൂതനകച്ച് കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. മുഖാമുഖം സംസാരിക്കുന്ന ഒരു മഹാദൈവം, കാതുകളിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു മഹാദൈവം. ഒരാളുടെ രക്ഷയല്ല, കപ്പലിൽ യാത്ര ചെയ്യുന്ന 276 ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഒരുവൻ മുഴങ്കാൽ മടക്കിയപ്പോൾ 2 മുഴങ്കാലുകൾ ഒരുമിച്ച് ഒരേ സമയത്ത് മടങ്ങിയപ്പോൾ 276 പേരുടെ പ്രാണന്റെ വില ഇത്രത്തോളം പ്രാർത്ഥനയിൽ അന്തർലീനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തൻ അവന്റെ പ്രവൃത്തി ചെയ്തെങ്കിൽ ഈ രാത്രി ഉണരട്ടെ ഭക്തൻ, പ്രാർത്ഥിക്കട്ടെ. ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നാളുകളായി അസ്വസ്ഥപ്പെടുന്ന ജീവൽ പ്രതിസന്ധികളുടെ മീതെ ഒരു ജയം തരാൻ യേശുവിന്റെ സാന്നിധ്യം ഇത് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആടിയുലയല്ലേ കപ്പൽ, പ്രതീക്ഷയില്ല. അതിസാരവും പനിയും ഒക്കെ വന്ന്
ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുലഭ്യം പറയുന്നു. വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല, ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, കയ്യിൽ ധരിച്ചിരിക്കുന്ന ചങ്ങല അതുകൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുറേ തടവ് പുള്ളികൾ, അവർക്ക് മേൽത്തോട്ടം വഹിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ. ലക്ഷ്യം നഷ്ടപ്പെട്ട കപ്പൽ ഇത് ഇടിക്കും, ഇത് തകരും. മഞ്ഞുമലകളുണ്ട്, പാറക്കെട്ടുകളുണ്ട്, പടുകൂറ്റൻ തിരകളുണ്ട്. എവിടെയോ തകരുന്ന ഈ കപ്പലിനുള്ളിലെ യാത്ര പോലെ നിരാശപ്പെട്ട ജീവിതങ്ങൾ ഇന്നീ വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഒരു മുഴം കയറിൽ നീ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയല്ല, ഒരു വിഷക്കുപ്പിയിൽ പ്രാണൻ നശിപ്പിക്കേണ്ട വ്യക്തിയല്ല, ഒരു കത്തെഴുതി വെച്ചിട്ട് ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞ് ജീവിതത്തിൽ നൂളിയിട്ട് പോകേണ്ട വ്യക്തിയല്ല. പലരും എഴുതി തള്ളിയ ഇടത്ത് നിന്ന് കരുത്തോടെ ശക്തിയോടെ അതിജീവിച്ചു വരാൻ ഒരു ദൈവകൃപ ഇന്ന് രാത്രി നിന്റെ മീതെ വ്യാപരിക്കുക, കുടുംബത്തിന് മീതെ വ്യാപരിക്കുക. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ അത്തരം കൃപകളെ മടക്കി വരുത്തിക്കൊണ്ട് ഒരു ലക്ഷ്യം നിനക്ക് തരാൻ കഴിയുന്ന മഹാദൈവം ഇന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. വചനത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കണം. പ്രിയരേ, ഇതാ അപ്പോസ്തലൻ ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഇനിയും ഭക്ഷിക്കാതിരിക്കല്ലേ. പ്രഭാതത്തിൽ വിളിച്ചുണർത്തി. ഇവരെ വിളിച്ചുണർത്താൻ ചങ്ങല ധരിച്ചൊരു മനുഷ്യൻ അനുഭവിക്കുന്ന പാടുറക്കണം, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കണം. 14 ദിവസമായില്ല ഇന്ന്. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, അത് നിൻ്റെ പ്രാണൻ്റെ രക്ഷയ്ക്കുള്ളതാ. ഒന്നുകൂടി, ഈ യാത്രയിൽ ഈ കപ്പലിലല്ലാതെ നിങ്ങളുടെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകാത്ത വിധത്തിൽ ഒരു സംരക്ഷണത്തിൻ്റെ കവചം ഈ കപ്പലിന് ചുറ്റുമുണ്ട്. ചിലരൊക്കെ കാണുന്ന ആടിയുലയുന്ന കപ്പലാണെങ്കിൽ ഭക്തൻ കാണുന്നത് സംരക്ഷണത്തിൻ്റെ കവചമാണ്. ചിലർ കാണുന്നത് പ്രളയ സമാനമായ അന്തരീക്ഷമാണെങ്കിൽ ഭക്തൻ കാണുന്നത് മാരിവില്ലിൻ്റെ മനോഹാരിതയാണ്. ജയമെടുക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തിയല്ല കൊടുക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദൈവമക്കളെ, ശാകുതം സശ്രദ്ധം നമുക്കൊന്ന് നോക്കാം. ഇവർ കുറേ ദൂരം പിന്നിട്ടു. പൗലോസിൻ്റെ ധൈര്യം കണ്ടപ്പോൾ അവർക്കും ധൈര്യം വന്നു. അവരും ഭക്ഷണം കഴിച്ചു. ധൈര്യമുള്ളവനോട് കൂടിയാൽ നമുക്കും ധൈര്യം ഉണ്ടാകും. നിരാശപ്പെട്ടവനോട് കൂടിയാൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകും. പ്രതീക്ഷ ഉള്ളവൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കാൻ ഭക്തൻ പഠിക്കട്ടെ. സ്വപ്നം കാണുന്നവനൊപ്പമേ, പ്രതീക്ഷ ഉള്ളവനൊപ്പമേ, ദർശനമുള്ളവനൊപ്പമേ, പ്രാർത്ഥന ഉള്ളവനൊപ്പമേ ഭക്തൻ അങ്ങോട്ട് യാത്ര ചെയ്യുക കൊടുക്കും. വളരെ രസകരമായൊരു കാര്യം ഇവിടെ നടക്കുക. കപ്പൽ കരയോട് ഏതാണ്ടൊക്കെ അടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈയമിട്ട് കരയുമായുള്ള അകലം കണ്ടുപിടിക്കുന്നൊരു പഴയ സാങ്കേതിക വിദ്യ. ചരടിൻ്റെ അറ്റത്ത് ഈയം കെട്ടി ദൂരം എത്രയുണ്ടെന്ന് അറിഞ്ഞ് ഏതാണ്ട് കരയോടടുത്തു എന്നറിഞ്ഞപ്പോൾ ഈ കപ്പലിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള കുറേ ആളുകൾ ഇവരെ രക്ഷിക്കാനെന്ന ഭാവത്തിൽ വള്ളം കടലിലിട്ടിട്ട് ഇവർ ഇതിൽ കയറി രക്ഷപ്പെടാൻ പോവാ. എന്തിനാണെന്നറിയണ്ടേ? തടവുള്ളികൾ ഇതിനകത്ത് ചാകുന്നെങ്കിൽ ചാകട്ടെ, അതുമല്ലെങ്കിൽ മറ്റ് യാത്രക്കാർ ചാകുന്നെങ്കിൽ ചാകട്ടെ, സ്വയരക്ഷ. ഇത് പൗലോസിന് മനസ്സിലായി. അദ്ദേഹം അവിടെ പറയുന്നൊരു വാക്ക് അമ്പരപ്പിക്കുന്നൊരു പ്രയോഗമാണ്. സഹോദരന്മാരെ, ഇതാ കപ്പലോട് ബന്ധിച്ചിരിക്കുന്ന ചെറിയ വള്ളങ്ങളുണ്ട്. ആ വള്ളങ്ങൾ ഇവർക്ക് വെള്ളത്തിലെടുത്തിട്ടിരിക്കുക. എന്നിട്ട് കയറിൽ പിടിച്ചിറങ്ങി അവർ മാത്രം രക്ഷപ്പെടാനുള്ള ട്രിക്ക. അവരിതിൽ കഴിഞ്ഞല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ആ കയറ് വെട്ടിക്കളയുക. ഒരു കയറ് വെട്ടിക്കളഞ്ഞു. അവിടുത്തെ ഒരു പദപ്രയോഗം എന്നെ അമ്പരപ്പിച്ചേ. 276 പേര് യാത്ര ചെയ്യുന്ന കപ്പലിൽ പൗലോസ്ലീഹ പറയുക, ഈ കപ്പലിൽ ഇപ്പോൾ ഉള്ള വള്ളങ്ങളുണ്ടല്ലോ, രക്ഷാപ്രവർത്തനത്തിന് വേണ്ട വള്ളങ്ങൾ, അത് കയറുമായി ബന്ധിച്ചിരിക്കുക. അത് വെട്ടി ആ വള്ളം പൊക്കോട്ടെ. ഇവരെ കപ്പലിനെ നിയന്ത്രിക്കാനില്ലെങ്കിൽ അടുത്ത് സംഭവിക്കുന്ന ഇതിലും വലിയ ദുര്യോഗമാ. അടുത്ത വാക്കാ ശ്രദ്ധിക്കേണ്ടത്. അവർ കപ്പലിൽ കഴിഞ്ഞല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ പിന്നെ പറയേണ്ടത് നമുക്കെന്നല്ലേ? നമ്മളെല്ലാം ഇതിൽ യാത്ര ചെയ്യല്ലേ, നമുക്കെന്നാ പറയണ്ടേ, നമ്മളെല്ലാം പോക്കാന്നാ പറയണ്ടേ. പക്ഷെ പൗലോസ് പറയുക, അവരിതിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
എന്താ കാര്യം? ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എൻ്റെ അരികിൽ വന്നൊരു ദൂത് പറഞ്ഞു, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും, ഞാൻ കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് പറഞ്ഞെങ്കിൽ, ഒരു പ്രവചനം പറഞ്ഞെങ്കിൽ, കപ്പലല്ല എൻ്റെ രക്ഷ, കെട്ടുവള്ളമല്ല എൻ്റെ രക്ഷ, എന്നെ അക്കരെ എത്തിക്കുമെന്ന് പറയുന്ന കപ്പിത്താനോ മാലുമിയോ അല്ല എൻ്റെ രക്ഷ. എൻ്റെ രക്ഷ ഉയരത്തിൽ നിന്ന് വരുന്നു, എൻ്റെ രക്ഷ സർവേശ്വരനിൽ നിന്ന് വരുന്നു, എൻ്റെ രക്ഷ വാഗ്ദത്തങ്ങളുടെ രക്ഷയാണ്, എൻ്റെ രക്ഷ പ്രവചനത്തിന്റെ രക്ഷയാണ്, എൻ്റെ രക്ഷ ദൂതിന്റെ രക്ഷയാണ്.